യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, 2026 തപസ്സുകാലത്തിൻ്റെ 5-ാം ഞായർ നാം ആചരിക്കുമ്പോൾ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ പശ്ചാത്താപത്തിൻ്റെ ആഴത്തിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെ കരുണയുടെ അനുഭവത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല എന്ന് ലാസർ മരിച്ച ശേഷം പോലും യേശു അവനെ ജീവിപ്പിക്കുന്നതിലൂടെ മനസ്സിലാക്കി തരുന്നു. യേശു പുനരുത്ഥാനവും ജീവനുമാകിയാൽ നമ്മുടെ ജീവിതത്തിലെ മരിച്ചുപോയ കാര്യങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, വിശ്വാസം, പ്രത്യാശ ഇവയെല്ലാം യേശു ജീവിപ്പിക്കും. ജീവന്റെ കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അവസാനം പോലും ഒരു തുടക്കമായി മാറുന്നത് മരിച്ചിട്ട് 4 ദിവസമായ ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ മനസ്സിലാക്കി തരുന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മളും ചോദിക്കുന്നു, ദൈവമേ, നീ എവിടെയായിരുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പോരാട്ടമാണ്. ദൈവം തൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്നു. ദൈവം വൈകുന്നില്ല എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യേശു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തോടെ നിലകൊള്ളാനും വിശ്വാസത്തോടെ ജീവിക്കുവാനും യേശു ആഹ്വാനം ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ 35-ാം വചനം പറയുന്നു, യേശു കണ്ണീർ പൊഴിച്ചു. സുവിശേഷത്തിലെ ഈ ചെറിയ വചനത്തിലൂടെ കരുണയുടെ ദൈവമായ യേശു ദൂരെയുള്ള ദൈവമല്ല, നമ്മുടെ ദുഃഖങ്ങളിൽ പങ്കാളിയാകുന്ന ദൈവവും നമ്മുടെ കണ്ണീർ കാണുന്നവനും നമ്മുടെ വേദന അനുഭവിക്കുന്നവനുമാണ് എന്ന് വ്യക്തമാക്കി തരുന്നു. യേശു ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. ഇതൊരു അത്ഭുതം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിനുള്ള ഒരു വിളിയാണ്. നമ്മുടെ ജീവിതത്തിലെ കല്ലറകളായ പാപം, നിരാശ, ദുഃഖം, പഴയ തെറ്റുകളിൽ നിന്നും മറ്റും പുറത്തു വന്നുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് നടക്കുക. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ എന്ന വചനത്തിലൂടെ യേശു സമൂഹത്തിൻ്റെ പങ്കും നാം പരസ്പരം സഹായിക്കണമെന്നും മറ്റുള്ളവരെ സ്വതന്ത്രത്തിലേക്ക് നയിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. പാപത്തിൻ്റെ കല്ലറയിൽ നിന്ന് പുറത്തു വരുവാനും പുതിയ ജീവിതം ആരംഭിക്കുവാനും ഉയർപ്പും ജീവനുമായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനും വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.